ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും CSEB റാങ്കേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോപ്പറേറ്റീവ് ലോയുടെ കുറച്ച് സെക്ഷൻസ് കൂടി നോക്കാം. സെക്ഷൻ 22 റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസ്. ഒരു സൊസൈറ്റിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ 1/5 മാത്രമേ ഒരു അംഗത്തിന് വാങ്ങാൻ കഴിയൂ. എന്നാൽ ആ സംഘത്തിലെ അംഗങ്ങളായിട്ടുള്ള ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള കോർപ്പറേഷനുകൾ, ബോർഡുകൾ, മറ്റ് സഹകരണ സംഘങ്ങൾ തുടങ്ങിയവയ്ക്കൊന്നും ഇത് ബാധകവുമല്ല. സെക്ഷൻ 23 റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ഷെയർസ്. ഷെയർ വാങ്ങി 3 വർഷം പൂർത്തീകരിച്ചാൽ മാത്രമേ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. മാത്രമല്ല, മാനേജിംഗ് കമ്മിറ്റിയുടെ അനുവാദത്തോടെ മാത്രമേ ഒരു അംഗത്തിന് ഷെയർ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കൂ. സെക്ഷൻ 24 റെസ്ട്രിക്ഷൻ ഓൺ വിത്ഡ്രോവൽ ഓഫ് ഷെയർസ്. ഷെയർ എടുത്തിട്ട് 3 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഷെയറുകൾ പിൻവലിക്കാൻ സാധിക്കൂ. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ബൈലോയിലെ നിബന്ധനകൾക്കനുസരിച്ചിട്ട് മാത്രമേ ഒരു അംഗത്തിന് ഷെയറുകൾ പിൻവലിക്കാൻ സാധിക്കൂ. സെക്ഷൻ 25 ട്രാൻസ്ഫർ ഓഫ് ഷെയർസ് ഓൺ ഡെത്ത് ഓഫ് മെമ്പർ. സൊസൈറ്റിയിലെ ഒരംഗം മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ ഷെയറോ അല്ലെങ്കിൽ അയാൾക്ക് നൽകേണ്ട മറ്റെന്തെങ്കിലും തുകകളോ സൊസൈറ്റിയുടെ വ്യവസ്ഥകൾ പ്രകാരം ലീഗലി അയാളുടെ നോമിനി ആരാണോ അയാൾക്ക് നൽകേണ്ടതാണ്. സെക്ഷൻ 26 ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ ഡിസീസ്ഡ് മെമ്പർ. ഒരംഗം തൻ്റെ ഷെയറുകൾ പിൻവലിക്കുകയാണെങ്കിൽ അയാൾക്ക് സൊസൈറ്റിയോടുള്ള ബാധ്യത എന്നാണോ പിൻവലിച്ചത് അന്ന് വരെ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഒരംഗം മരണപ്പെടുകയാണെങ്കിൽ അയാൾക്ക് സൊസൈറ്റിയോടുള്ള ബാധ്യത എന്നാണോ മരിച്ചത് അന്ന് മുതൽ 2 വർഷത്തേക്ക് തുടരുന്നതാണ്. സെക്ഷൻ 27 ഫൈനൽ അതോറിറ്റി ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ജനറൽ ബോഡി ഈസ് ദ സുപ്രീം ആൻഡ് ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ജനറൽ ബോഡിയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫൈനൽ അതോറിറ്റി. സെക്ഷൻ 27 സബ്സെഷൻ 2 ആൻഡ് റൂൾ 34 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ഒന്നോ അതിലധികം താലൂക്കുകളോ പ്രവർത്തനപരിധിയായിട്ടുള്ളതും 1000-ൽ കുറയാത്ത അംഗസംഖ്യയുള്ളതുമായ ഒരു സൊസൈറ്റിക്ക് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി രൂപീകരിക്കാവുന്നതാണ്. റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിലെ അംഗങ്ങൾ ജനറൽ ബോഡിയിൽ നിന്നുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സും മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സും ആയിരിക്കും. മിനിമം റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ 50 അംഗങ്ങളും മാക്സിമം 500 അംഗങ്ങളുമാണുള്ളത്. അതായത് 2500-ൽ താഴെ മെമ്പേഴ്സുള്ള ഒരു സൊസൈറ്റിയിൽ രൂപീകരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ 50 അംഗങ്ങളും 2500-നും 10,000-നും ഇടയ്ക്ക് മെമ്പേഴ്സുള്ള സൊസൈറ്റികളിൽ രൂപീകരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ 200 അംഗങ്ങളും മറ്റു കേസിൽ അതിന് മേളിലാണെങ്കിൽ 500 അംഗങ്ങളുമാണ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയിൽ ഉണ്ടാവുന്നത്. റൂൾ 34A-യിലാണ് ഇലക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡിയെക്കുറിച്ച്. സെക്ഷൻ 28 അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റി. ഒരു ജനറൽ ബോഡി മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തെ കാലാവധിയോടെയാണ്. മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി എന്നാണ് ഇലക്ഷൻ നടന്നത് അന്ന് മുതൽ 5 വർഷത്തേക്കായിരിക്കും. ഒരു പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റികളുടെ എണ്ണം കുറഞ്ഞത് 7-ഉം മാക്സിമം 15-ഉം ആയിരിക്കും. എന്നാൽ മറ്റ് സൊസൈറ്റികളുടെ കാര്യത്തിലാണെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയിലെ പരമാവധി അംഗസംഖ്യ 21 ആയിരിക്കും. ഒരു ഫെഡറൽ സൊസൈറ്റിയുടെ കാര്യത്തിൽ മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ടോട്ടൽ മെമ്പേഴ്സിൻ്റെ 25% കൂടുതലാകാനും പാടില്ല. ഇനി മാനേജിംഗ് കമ്മിറ്റിയുടെ കോറം എന്ന് പറയുന്നത് ജസ്റ്റ് അബൌട്ട് 50% ആയിരിക്കും. മാനേജിംഗ് കമ്മിറ്റി മെമ്പേഴ്സിന് നൽകുന്നത് ഹോണറേറിയമാണ്. ഇത്രയും കാര്യങ്ങളാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റിയിൽ പറയുന്നത്. അഡ്ഹോക്ക് കമ്മിറ്റി. പുതുതായി രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റിയുടെ രജിസ്ട്രേഷൻ്റെ ആപ്ലിക്കേഷനിൽ സൈൻ ചെയ്തവരെല്ലാവരും ചേർന്ന് ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കും. അതാണ് അഡ്ഹോക്ക് കമ്മിറ്റി. ഇതിൻ്റെ കാലാവധി 3 മാസമായിരിക്കും. നിയമാവലി പ്രകാരം, ബൈലോ പ്രകാരം എന്നാണ് ഒരു ഭരണസമിതിയെ തിരഞ്ഞെടുക്കുന്നത് അന്ന് ഈ ടെമ്പററി കമ്മിറ്റി ഇല്ലാതാവുകയും ചെയ്യും. സെക്ഷൻ 28A വുമൺ മെമ്പേഴ്സിൻ്റെയും SC/ST മെമ്പേഴ്സിൻ്റെയും റിസർവേഷനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 28A-യിൽ പറയുന്നത്. വനിതാ മെമ്പേഴ്സിനായിട്ട് 3 സീറ്റുകളാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് 1 സീറ്റും. അതുകൂടാതെ 10,000-മോ അതിൽ കൂടുതലോ നിക്ഷേപമുള്ളവർക്കായിട്ട് 1 സീറ്റും റിസർവ് ചെയ്തിട്ടുണ്ട്.
സെക്ഷൻ 28A റിസർവേഷൻ ഫോർ പേഴ്സൺസ് വിത്ത് ബാങ്കിങ് എക്സ്പീരിയൻസ് ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഇൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്. ഇത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസാണ് പറയുന്നത്. അങ്ങനെ 2 പേർക്ക് 2 സീറ്റ് റിസർവ് ചെയ്തിട്ടുണ്ട്, ബാങ്കിങ് എക്സ്പീരിയൻസും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുമായിട്ട്. അത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലാണ് കേട്ടോ. സെക്ഷൻ 28AB ആൻഡ് റൂൾ 43 ഇലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഇലക്ഷനും റിമൂവലിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 28AB പറയുന്നത്.